ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. കാരണം എനിക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആഗ്രഹിച്ചിരുന്ന ഒരു ഡേ ആണ്. എനിക്ക് എൻ്റെ HGV ലൈസൻസ് കിട്ടി, ക്ലാസ് 1. UK ഒരുപാട് മലയാളികൾ HGV ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. യൂറോപ്പിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ നമ്മൾ വീഡിയോസ് കാണാറുണ്ടല്ലോ, ചേട്ടന്മാരൊക്കെ. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ അതങ്ങനെ കിട്ടി. അതിന് വേണ്ടിയിട്ടുള്ളൊരു ജേണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ഏകദേശം ഒരു 4 to 5 months അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും, മെഡിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യണ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ടെസ്റ്റിന് പോയത്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ടെസ്റ്റ് മീൻസ് തിയറി ടെസ്റ്റ്, അത് കഴിഞ്ഞ് റിവേഴ്സിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ലേണിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, അത് ലേണിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഒരു നൈസ് ജേണി ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല, എത്ര നാൾ കൊണ്ടാണ് അതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു 4 to 5 months ഏകദേശം ഇതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ടൈം എടുത്തിട്ടുണ്ട്. ഫുൾ ടൈം അതിനുവേണ്ടി ഇരുന്നിട്ടല്ല, പക്ഷേ റെഗുലറായിട്ടുള്ള എൻ്റെ വർക്കിനിടയ്ക്കും ഒക്കെ ആയിട്ട് പഠിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ പീറ്റർബോർഗ് തന്നെയുള്ള ഒരു ഏജൻസി ആയിട്ടാണ് കോൺടാക്ട് ചെയ്തത്. കുറച്ച് ഏജൻസികളൊക്കെ നോക്കിയായിരുന്നു, റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി, നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തു. അവരാണ് എനിക്ക് എൻ്റെ മെഡിക്കൽ ബുക്ക് ചെയ്ത് തന്നത്, അതുപോലെ ടെസ്റ്റ് ബുക്ക് ചെയ്ത് തന്നത്, തിയറി ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പുള്ള അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കിട്ടി. അതിനുശേഷം പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 4-5 days ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞു റിവേഴ്സിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, CPC ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഓൺ റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 4 to 5 months എടുത്തു. അപ്പോൾ അതൊരു നല്ലൊരു ജേണി ആയിരുന്നു. അതിനിടയ്ക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാവുമെന്ന് അറിയാണ്ട്, എന്താവുമെന്ന് അറിയാണ്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ന്യൂ ലൈസൻസ് ഹോൾഡറാണ്. HGV ഞാൻ ശരിക്കും നാട്ടിലൊന്നും വലിയ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഇതിനുവേണ്ടി ട്രൈ ചെയ്തത്. ഈവൻ എന്താ പറയുക, ഇവിടെ പ്രാക്ടിക്കൽ ലേണിങ്ങിന് വേണ്ടി പോയ സമയത്താണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഈ ചാനൽ വഴി എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നതും അതുപോലെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും, വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും, പിന്നെ ഞാൻ ടെസ്റ്റിനെടുത്ത സമയത്തുണ്ടായിരുന്ന ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ HGV ലൈസൻസ് എടുത്തിട്ട് UK ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും പറ്റിയ വീഡിയോസ് ഈ ചാനൽ വഴി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.